വിശുദ്ധമായിരിക്കുന്ന ബറാഅത്ത് രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ ബറാഅത്ത് രാവിനിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്, നമുക്കറിയാം. ആ ബറാഅത്ത് രാവിൽ പ്രത്യേകം ചെയ്യൽ സുന്നത്തായിരിക്കുന്ന ആ ബറാഅത്ത് രാവിൽ ചെയ്യാൻ വേണ്ടി മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന 3 യാസീൻ ഓത്തുകളുണ്ട്. ആ 3 യാസീൻ ഓത്ത് എന്തിനു വേണ്ടിയാണ് ആ 3 യാസീൻ ഓതേണ്ടത് എന്നും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കിതാബുകളിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന ശഅബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ബറാഅത്ത് രാവ്. ആ ബറാഅത്ത് രാവിന്റെ രാത്രിയെ ബഹുമാനിക്കലും പകല് നോമ്പനുഷ്ഠിക്കലും ചെയ്യൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് ധാരാളം മഹത്വങ്ങൾ ബറാഅത്ത് രാവിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ ബറാഅത്ത് രാവിൽ ഇശാ മഗ്‌രിബിനിടയിൽ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സംസാരവുമില്ലാതെ 3 യാസീൻ ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്നും മഹാന്മാർ ചെയ്തതാണ് എന്നും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ദിൻയാത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. വഖാല ശൈഖ് മുഹമ്മദ് ദിൻയാത്തി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ബഅദിൽ ആരിഫീന, ചില ആരിഫീങ്ങളായിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച്, അന്നമാ യംബഗി ഫീ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാന, ശഅബാനിലെ ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രിയിൽ അൻ യഖറഅൽ ഇൻസാനു ബൈന സ്വലാത്തിൽ മഗ്‌രിബി വൽ ഇശാഇ, സ്വലാത്ത് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അവൻ സൂറത്ത് യാസീനിനെ ഓതണം. സലാസ മർവാത്തിൻ 3 പ്രാവശ്യം, മുതവാലിയാത്തി തുടർച്ചയായിട്ട്, മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ ഫി അസ്നാഇ ദാലിക, ആ യാസീനിന് ഇടയിൽ മറ്റൊരു സംസാരവുമില്ലാതെ, മറ്റു സംസാരങ്ങളില്ലാതെ തുടരെയായി 3 യാസീൻ ഓതണമെന്ന് മഹാനവറുകൾ പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞത് കാണാം. അൽ ഊല, ഒന്നാമത്തേത്, ബിനിയ്യത്തിൽ ബറക്കത്തി ഫി ഉംരി ലഹു വലിമൻ യുഹിബ്ബു, ഒന്നാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത് ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്ന നിയ്യത്തോടു കൂടിയാണ്. രണ്ടാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത് ബിനിയ്യത്തി തൗസിഅത്തുൻ ഫി റിസ്ഖി മഅൽ ബറക, രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് ഭക്ഷണത്തിൽ ബറക്കത്തോടുകൂടി വിശാലതയുണ്ടാവണം എന്ന നിയ്യത്തോടു കൂടിയാണ്. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് അന്തിമ വിജയം, ആഖിബത്ത്, മരണസമയം നന്നായി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് എന്ന് മഹാനവറുകൾ പറയുന്നത് കാണാൻ കഴിയും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നത് കാണാം, സുമ്മ യദ്ഉ, പിന്നെ ദുആ ചെയ്യണം, മിമ്മാ ദക്കറഹു ബഅദുൽ ആരിഫീൻ, ആരിഫീങ്ങളായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൊണ്ട് ഈ 3 യാസീനു ശേഷം ദുആ ചെയ്യണമെന്നും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ദിൻയാത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന്റെ നിഹായത്തുൽ അമൽ ലിമൻ റഅബ ഫി സിഹ്ഹത്തിൽ അഖീദത്തി വൽ അമൽ എന്നുള്ള കിതാബിൽ ഈ വിഷയം മഹാനവറുകൾ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതൽ പ്രത്യേകം മഹാന്മാര് ചെയ്തതാണ് എന്നും ആ 3 യാസീന് 3 നിയ്യത്തുകളുണ്ട് എന്നും ഈ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവിൽ നാം പ്രത്യേകമായി 3 യാസീൻ ഓതുകയും അത് ഇശാ മഗ്‌രിബിനിടയിലാണ് ഓതേണ്ടത് എന്നും മഹാന്മാർ പറഞ്ഞത് കാണാം. ചില പണ്ഡിതന്മാർ അസ്വറിന്റെയും
മഗ്‌രിബിന്റെയും ഇടയിലും ഓതാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം നാം ബറാഅത്ത് രാവിൽ ഈ 3 യാസീൻ നാം പ്രത്യേകമായി ഓതുക. മറ്റു അദ്കാറുകളും ദുആകളും ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.